എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചർച്ച ചെയ്യുന്നത് ഫ്രാൻസിൻ്റെ പ്രസിഡൻറ്റിനെ പറ്റിയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഫ്രാൻസിലെ എക്സിക്യൂട്ടീവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം എന്ന് പറയുന്നത് പ്രസിഡൻറ്റിന് തന്നെയാണ്. രണ്ടാമത്തേത് പ്രധാനമന്ത്രിക്കാണ്. അപ്പോൾ ഫ്രാൻസിൻ്റെ പ്രസിഡൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ഫ്രഞ്ച് റിപ്പബ്ലിക്കിൻ്റെ പ്രസിഡൻറ്റ് രാഷ്ട്രത്തിൻ്റെയും അതുപോലെ ഫ്രാൻസിലുള്ള ജനങ്ങളുടെയും തലവനായിട്ടാണ് അറിയപ്പെടുന്നത്. മാത്രവുമല്ല, ഇദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കാലാവധി അഥവാ ഭരണകാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. അപ്പോൾ മാത്രമല്ല, ഫ്രാൻസിലെ പ്രസിഡൻറ്റിൻ്റെ തിരഞ്ഞെടുപ്പ് രീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത് ഒരു ഇലക്ട്രൽ കോളേജാണ്. അതിൽ നിരവധിയായ മേഖലകളിലുള്ള അംഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഇതിൽ ആരെല്ലാമാണ് ഉൾപ്പെടുന്നതെന്ന് നോക്കിയാൽ, ഫ്രഞ്ച് പാർലമെൻറ്റിലെ അംഗങ്ങളും അതുപോലെ ജനറൽ കൗൺസിലുകളിലെ അംഗങ്ങളും അതുപോലെ പ്രാദേശിക ഭരണപ്രദേശങ്ങളിലുള്ള അസംബ്ലിയിലെ അംഗങ്ങളും ഉൾപ്പെടുന്ന ഒരു ഇലക്ടോറൽ കോളേജാണ് ഫ്രാൻസിലെ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ഇദ്ദേഹം രാഷ്ട്രത്തിൻ്റെയും അതുപോലെ തന്നെ ജനങ്ങളുടെയും തലവനായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രാൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവുകളിൽ ഒന്നായ ഫ്രാൻസിലെ പ്രസിഡൻറ്റിന് നിരവധിയായ കാര്യനിർവഹണ അധികാരങ്ങൾ അഥവാ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവ എന്തെല്ലാമാണ് നോക്കിയാൽ, അദ്ദേഹത്തിൻ്റെ അധികാരങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, അദ്ദേഹത്തെ രാഷ്ട്രത്തലവൻ അഥവാ ഫ്രഞ്ച് റിപ്പബ്ലിക്കിൻ്റെ തലവനായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഓക്കെ, അതായത് 1958 ഭരണഘടന അനുസരിച്ചിട്ട് റിപ്പബ്ലിക്കിൻ്റെ പ്രസിഡൻ്റായിട്ടാണ് രാഷ്ട്രത്തലവനായ ഫ്രാൻസിലെ പ്രസിഡൻറ്റ് അറിയപ്പെടുന്നത്. ഓക്കെ, കൂടാതെ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാരം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയെ നിയമിക്കുകയും അതുപോലെ അദ്ദേഹത്തിൻ്റെ രാജി സ്വീകരിക്കുകയും ചെയ്യുന്നത് പ്രസിഡൻ്റ് ആയിരിക്കും. ഓക്കെ, അതുപോലെ ഗവൺമെൻറ്റിലെ മറ്റ് പ്രധാനപ്പെട്ട അംഗങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹമാണ്, അതായത് ഫ്രാൻസിലെ പ്രസിഡൻ്റാണ് നിയമിക്കുകയും കൂടാതെ അവരെല്ലാം തന്നെ ഔദ്യോഗിക സ്ഥാനത്തു നിന്നും പിരിച്ചുവിടുകയും ചെയ്യുന്നത്. കൂടാതെ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു അധികാരത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, മന്ത്രിസഭ യോഗം നടക്കുന്ന സാഹചര്യങ്ങളിൽ മന്ത്രിസഭാ യോഗങ്ങളിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. എങ്കിലും രാജ്യത്തിലെ സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫായിട്ടാണ് ഫ്രാൻസിലെ പ്രസിഡൻറ്റ് അറിയപ്പെടുന്നത്. മാത്രവുമല്ല, ഫ്രാൻസിലെ പ്രസിഡൻറ്റ് രാഷ്ട്രത്തലവൻ എന്നത് ആയതുകൊണ്ട് തന്നെ ഉടമ്പടികൾ എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഒപ്പിടുന്നതും അതുപോലെ ഉടമ്പടികളെ കുറിച്ചെല്ലാം തന്നെ ആലോചിക്കുകയും അവ അംഗീകരിക്കുകയും ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. മാത്രവുമല്ല, ഫ്രഞ്ച് പാർലമെൻറ്റിൽ 2 സഭകളാണ് ഉണ്ടായിരിക്കുക. അതിൽ ഉപരിസഭ അഥവാ ഉപരിമണ്ഡലം എന്ന് പറയുന്നത് സെനറ്റും അതുപോലെ തന്നെ നാഷണൽ അസംബ്ലിയാണ് അധോമണ്ഡലം. ഓക്കെ, അപ്പോൾ ഈ നാഷണൽ അസംബ്ലി പിരിച്ചുവിടുന്നതിന് ഫ്രാൻസിലെ പ്രസിഡൻറ്റിന് അധികാരമുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് സെനറ്റ് എന്താണ്, അതുപോലെ തന്നെ നാഷണൽ അസംബ്ലി എന്താണ് എന്നെല്ലാം. ഓക്കെ, അപ്പോൾ ഈ നാഷണൽ അസംബ്ലി എന്ന് പറയുന്നത് ജനപ്രതിനിധി സഭയാണ്. ഇതിലെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. അത് കൂടാതെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം വഴിയാണ് ഇതിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. കൂടാതെ സെനറ്റിനേക്കാൾ ഒരുപാട് അധികാരങ്ങൾ കൂടുതലുള്ളൊരു സമിതിയാണ് നാഷണൽ അസംബ്ലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നാഷണൽ അസംബ്ലിയെ പിരിച്ചു വിടുന്നതിനുള്ള അധികാരം ഫ്രാൻസിലെ പ്രസിഡൻറ്റിന് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ മാത്രമല്ല, രാജ്യത്തിലെ സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. കൂടാതെ പ്രധാനമന്ത്രിയെയും അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ശുപാർശ പ്രകാരം മറ്റ് മന്ത്രിസഭയിലെ അംഗങ്ങളെല്ലാം തന്നെ നിയമിക്കുകയും അതുപോലെ തന്നെ പിരിച്ചുവിടുകയും ചെയ്യുന്നത് അദ്ദേഹമാണ്. കൂടാതെ പ്രധാനമന്ത്രിയെ നിയമിക്കുകയും അദ്ദേഹത്തിൽ നിന്നും രാജി സ്വീകരിക്കുകയും ചെയ്യുന്നതും പ്രസിഡൻ്റായിരിക്കും. ഓക്കെ, മാത്രവുമല്ല, ഇദ്ദേഹത്തിൻ്റെ മറ്റ് അധികാരത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, സ്ഥാനപതികൾക്ക് അംഗീകാരം നൽകുന്നതും ഫ്രാൻസിലെ എക്സിക്യൂട്ടീവായ പ്രസിഡൻ്റ് ആയിരിക്കും. ഓക്കെ, മാത്രവുമല്ല, രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഉടമ്പടികളെക്കുറിച്ചെല്ലാം തന്നെ ആലോചിക്കുകയും അവ അംഗീകരിക്കുകയും ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. ഇതുകൂടാതെ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു അധികാരമെന്ന് പറയുന്നത് ഫ്രഞ്ച് പാർലമെൻറ്റിലെ അഥവാ മന്ത്രിസഭയിൽ പരിഗണനയ്ക്ക് വയ്ക്കേണ്ട എല്ലാ ഓർഡിനൻസുകളും ഇദ്ദേഹമാണ് ഒപ്പുവെക്കേണ്ടത്. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു അധികാരം എന്ന് പറയുന്നത് അദ്ദേഹം ഫ്രാൻസിലെ പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യനിർവാഹകനാണ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിലെ പാർലമെൻറ്റിന് സംരക്ഷണം നൽകേണ്ട ഒരു വ്യക്തി കൂടിയായിട്ടാണ് ഫ്രാൻസിലെ പ്രസിഡൻറ്റിനെ പരിഗണിക്കുന്നത്.
അതായത് ഫ്രഞ്ച് പാർലമെൻറ്റിന് സംരക്ഷണം നൽകുകയും അതുപോലെ തന്നെ നിയമപ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്നത്, അതിനുള്ള അധികാരം ഉൾക്കൊള്ളുന്നത് ഫ്രാൻസിലെ പ്രസിഡൻറ്റിലാണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിന് ബില്ലുകളുടെ കാര്യത്തിലെല്ലാം തന്നെ നിരവധിയായ അധികാരങ്ങളാണ് ഉള്ളത്. അതായത് ഏതെങ്കിലും ബില്ലുകളുടെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുന്ന എന്തെങ്കിലും കാര്യത്തെപ്പറ്റി അന്വേഷിക്കണമെന്ന് തോന്നിയാൽ ഏത് വകുപ്പുകളുടെ മേലും അല്ലെങ്കിൽ ബില്ലുകളുടെ മേലും ഇദ്ദേഹത്തിന് പുനഃപരിശോധന ആവശ്യപ്പെടാവുന്നതാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ പ്രസിഡൻറ്റിന് ബില്ലുകളുടെയോ അതുപോലെ തന്നെ അവയിൽ ഈ ബില്ലുകളിൽ ഉൾപ്പെട്ട ഏതെങ്കിലും വകുപ്പുകളുടെയൊക്കെ മേലിൽ അദ്ദേഹത്തിന് പുനഃപരിശോധന ആവശ്യപ്പെടാവുന്നതാണ്. മാത്രവുമല്ല, ഇപ്പോൾ ഏതൊരു നിയമം നിർമ്മിച്ചാലും ഒരു നിയമം ആക്റ്റായിട്ട് മാറുന്നതിന് മുമ്പ് ആ നിയമത്തെപ്പറ്റി കോൺസ്റ്റിറ്റ്യൂഷണൽ കൗൺസിലുമായിട്ടൊക്കെ ചർച്ച ചെയ്യുന്നതിന് ഫ്രാൻസിലെ പ്രസിഡൻറ്റിന് അധികാരമുണ്ടായിരിക്കും. അപ്പോൾ ഇദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള നിരവധിയായ അധികാരങ്ങളുണ്ട് എങ്കിലും ഇദ്ദേഹത്തിന് അതിന് പുറമെ സ്വയം ഇഷ്ടപ്രകാരം വിനിയോഗിക്കാവുന്ന ധാരാളം അധികാരങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അവ എന്തെല്ലാമാണ് നോക്കിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞാണ് ഫ്രഞ്ച് പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലമാണ് നാഷണൽ അസംബ്ലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏത് കാരണത്താൽ ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും ഫ്രാൻസിലെ പ്രസിഡൻറ്റിന് ഈ നാഷണൽ അസംബ്ലി പിരിച്ചുവിടാവുന്നതാണ്. അപ്പോൾ അതേസമയം സെനറ്റ് പിരിച്ചുവിടാൻ അവകാശമില്ല. സെനറ്റ് എന്ന് പറയുന്നത് ഫ്രാൻസിലൊരു സ്ഥിരം സമിതിയായിട്ടാണ് അറിയപ്പെടുന്നത്. അതേസമയം നാഷണൽ അസംബ്ലി ജനപ്രതിനിധി സഭയായിട്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ഓക്കെ, അതേസമയം സെനറ്റ് എന്ന് പറയുന്നത് ഒരു സ്ഥിരം സമിതിയാണ്. അപ്പോൾ ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും പ്രസിഡൻറ്റിന് ഏത് കാരണത്താലും എപ്പോൾ വേണമെങ്കിലും നാഷണൽ അസംബ്ലി പിരിച്ചുവിടാവുന്നതാണ്. മാത്രമല്ല, ഇദ്ദേഹത്തിന് സ്വന്തം താല്പര്യാനുസരണം വിനിയോഗിക്കാവുന്ന മറ്റൊരു അധികാരം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഏതു സാഹചര്യത്തിൽ വേണമെങ്കിലും ഒരു ജനഹിത പരിശോധനയ്ക്ക് ആഹ്വാനം ചെയ്യുകയും ജനഹിത പരിശോധന നടത്തുവാനും ഇദ്ദേഹത്തിന് അധികാരമുണ്ടായിരിക്കും. മാത്രവുമല്ല, ഇദ്ദേഹത്തിന് സ്വന്തം ഇഷ്ടപ്രകാരം നടപ്പിൽ വരുത്തുവാനുള്ള മറ്റൊരു അധികാരമാണ് രാഷ്ട്രത്തിൻ്റെ, അതായത് ഫ്രാൻസ് ഉൾപ്പെടുന്ന ഫ്രഞ്ച് രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനോ അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയ്ക്കോ അതുപോലെ ഭരണപ്രദേശത്തിൻ്റെ അഖണ്ഡതയ്ക്കോ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ നേരിടുകയോ ഈ തടസ്സങ്ങളുടെ ഫലമായിട്ട് പൊതു അധികാരങ്ങളുടെ വിനിയോഗം തടസ്സപ്പെടുകയൊക്കെ ചെയ്താൽ ഏതു തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുവാനും ഫ്രാൻസിലെ പ്രസിഡൻറ്റിന് അധികാരമുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതും അദ്ദേഹത്തിന് സ്വന്തം താല്പര്യാനുസരണം വിനിയോഗിക്കാവുന്ന ഒരു അധികാരമാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് സ്വന്തം താല്പര്യാനുസരണം ഉപയോഗിക്കാവുന്ന മറ്റൊരു അധികാരം എന്ന് പറയുന്നത് സിവിൽ അതുപോലെ തന്നെ മിലിറ്ററി പോസ്റ്റുകളിലേക്ക് ജോലിക്കാരെ നാമനിർദ്ദേശം ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള പോസ്റ്റുകളിലേക്ക് ജോലിക്കാരെ നാമനിർദ്ദേശം ചെയ്യുവാൻ ഇദ്ദേഹത്തിന് സ്വന്തം താല്പര്യാനുസരണം അവകാശം ഉണ്ടായിരിക്കും. മാത്രവുമല്ല, പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളെല്ലാം തന്നെ നടപ്പിൽ വരുത്തുന്നത് ഫ്രാൻസിലെ പ്രസിഡൻ്റാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഫ്രഞ്ച് പാർലമെൻറ്റിന് ധാരാളം സന്ദേശങ്ങൾ അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും അദ്ദേഹത്തിൻ്റെ സ്വന്തം താല്പര്യാനുസരണം ഉപയോഗിക്കാവുന്ന മറ്റൊരു പ്രധാന അധികാരമാണ്. അതുപോലെ തന്നെ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ആർമഡ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത് ഫ്രാൻസിലെ പ്രസിഡൻ്റാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫ്രാൻസിനെ സംബന്ധിച്ച അണുവായുധങ്ങൾ സൈനികർക്ക് ഉപയോഗിക്കുവാനുള്ള അധികാരങ്ങൾ നൽകാനുള്ള, അതായത് അതിനുള്ള ആജ്ഞകൾ നൽകാനുള്ള അധികാരവും ഫ്രാൻസിലെ പ്രസിഡൻറ്റിൽ നിക്ഷിപ്തമാണ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയോട് ചർച്ച ചെയ്തതിന് ശേഷം മറ്റ് സഹമന്ത്രിമാരെ നിയമിക്കുകയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയോട് ചർച്ച ചെയ്തതിന് ശേഷം രാഷ്ട്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികകളിലൊന്നായ നയതന്ത്ര പ്രതിനിധികളെ അഥവാ ഡിപ്ലോമാറ്റുകളെ തൽസ്ഥാനത്ത് നിയമിക്കുന്നതിനും അതുപോലെ തന്നെ സഹമന്ത്രിമാരെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നിയമനങ്ങൾ നടത്തിയവരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിനും എല്ലാം തന്നെ പ്രസിഡൻറ്റിന് അധികാരമുണ്ടായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫ്രാൻസിലെ പ്രസിഡൻറ്റിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എനിക്ക് പ്രധാനപ്പെട്ടതെന്ന് തോന്നിയ ചില പോയിൻറ്റ്സുകൾ മാത്രമാണ് പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് പറയണമെങ്കിൽ വീഡിയോ ലെങ്ത് വളരെയധികം കൂടുന്നതായിരിക്കും. അപ്പോൾ BA നിലവാരത്തിലുള്ള ഒരു ക്ലാസ്സാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അത്തരത്തിൽ ഒരു എക്സാം പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും, മെറ്റീരിയൽസ് അവൈലബിൾ ആവുന്നതനുസരിച്ചിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച മലയാള ബുക്സുകളൊന്നും തന്നെ എൻ്റെ അറിവിൽ ലഭ്യമായിട്ടില്ല. അപ്പോൾ നിലവിൽ ലഭ്യമായ ഒരു ഇംഗ്ലീഷ് ബുക്സ് റെഫർ ചെയ്ത് അതിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വീഡിയോ
ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.